ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ്. എൻ്റെ കയ്യിൽ ഒരു 15ഓളം വെറൈറ്റി അഗ്ലോണിമയുണ്ട്. ഞാനിത് വളർത്താൻ തുടങ്ങിയിട്ട് ഒരു 5-8 വർഷമായി. ഇതിന് അധികം പരിചരണമൊന്നും ആവശ്യമില്ല. ഞാൻ ഇതിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കരിയില ഉണങ്ങിയതും ഉണക്ക് ചാണകവും പിന്നെ മണലും മണ്ണും ചകിരിച്ചോറും കൂട്ടി മിക്സാക്കിയിട്ട് അതിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. അടിയിൽ കരിയില ഇട്ട് കൊടുക്കും, അതിൻ്റെ മേലെ ഇത് നടും. അതിൻ്റെ മേലെ എല്ലാം കൂട്ടി മിക്സാക്കി ചാണകപ്പൊടിയും ചകിരിച്ചോറും മണലും മണ്ണും എല്ലാം കൂട്ടി മിക്സാക്കിയ മണ്ണ് ഞാൻ അതിൻ്റെ മേലെ എല്ലാം ചുറ്റിലിട്ട് കൊടുക്കും. പിന്നെ ചട്ടി നിറയെ നിറയ്ക്കാറില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ നിറയ്ക്കൂ. അതിനുശേഷം വേര് പൊങ്ങി മേലോട്ട് വരുന്നതിന് അനുസരിച്ചിട്ട് കുറേശ്ശെ മണ്ണിട്ട് വേരിനെ മൂടി കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഒരു 2-3 തരത്തിൻ്റെ പേരെല്ലാം അറിയാം. പക്ഷേ ഇത് ഞാൻ ഷോപ്പൊന്നും വാങ്ങിയതൊന്നുമല്ല. ഇത് അടുത്ത ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും അടുത്ത വീട്ടിൽ നിന്നും കുടുംബ വീട്ടിൽ നിന്നും എല്ലാം സംഘടിപ്പിച്ചതാണ്. ഇതിന് അധികം വെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. രാവിലത്തെ ഒരളം വെയിലേ പോണ്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് രാവിലെ ഒരു കിഴക്ക് ഭാഗത്തുള്ള വെയിലാകുമ്പോൾ ഇത് അധികം കൊള്ളൂലല്ലോ. അപ്പോൾ രാവിലെ 7 മണി മുതൽ ഒരു 10 മണി വരെയുള്ള വേല ഇതിനെ കിട്ടുന്നുണ്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ എല്ലാം കൂട്ടമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെയിൽ കൊണ്ടാൽ തന്നെ ഒരു നല്ലൊരു വളവും ഇല്ലെങ്കിലും ആ വെയിലിൻ്റെ ഇതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കളറും അതിൻ്റെ ഒരു ഉണർവെല്ലാം ഉണ്ട്. പക്ഷേ ഇത് അധികം പൊക്കത്തിൽ വളരാതെ ചെടി, ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അഗ്ലോണിമ. പക്ഷേ ഇത് ഇൻഡോറായിട്ടും വെക്കാം. പക്ഷേ ഇൻഡോറിൽ വെക്കുമ്പോൾ ചെറിയ കുട്ടികൾ, നായി, പൂച്ച ഇങ്ങനത്തെല്ലാം കൂട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല കടിച്ചിട്ടുണ്ടെങ്കിലോ കൈമലായിട്ടുണ്ടെങ്കിലോ അതിൻ്റെ നീര് തട്ടിക്കഴിഞ്ഞാൽ കൈയെല്ലാം ചൊറിഞ്ഞ് തടിക്കും. അപ്പോൾ അതൊരു അലർജി പോലെ ഉണ്ടാവും. അത് ചിലപ്പം മാരകമായ വിഷമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനിതുവരെ ഇതിനൊരു പരീക്ഷണം നടത്തിയിട്ടില്ല. ഇതിനടക്ക് മുറിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ നീരായിട്ട് നല്ല ചുവന്ന് തുടുത്തിട്ട് വന്ന് ഞാൻ ചെറിയുള്ളിന് തുളസിയെല്ലാം അരച്ചിട്ട് പോകും. എന്നിട്ടും അതിൻ്റെ കറുപ്പ് കലിഞ്ഞും പോയി മാറിയില്ല. ഇപ്പോൾ നിങ്ങളോടെല്ലാം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അധികം ഉള്ളിൽ വെക്കാറില്ല, പുറത്ത് തന്നെയാണ് ഇത് കൂടുതലും വെക്കൽ. പിന്നെ ഇതിന് ചെറിയൊരു പൂവ് പോലെ ഒരു മുട്ട് പോലെ വരും. ആ പൂവ് നുള്ളി കൊടുക്കണം. നുള്ളി കൊടുത്തില്ലേ പുതിയ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ വേഗം വരും. പൂവ് വെച്ച് കഴിഞ്ഞാൽ അതൊരു പുതിയ തൈ പൊട്ടുക ക്ഷാമം ഉണ്ടാവും. അപ്പോൾ ഈ ഷൂട്ട് അങ്ങ് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തൈയും വരും, ബുഷിയായിട്ട് ഒരു ചട്ടി തിങ്ങി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ കുറച്ച് പൊങ്ങുമ്പോൾ ഒരു ഇത് പൊങ്ങി വന്ന് കുറച്ച് തണ്ട് മാത്രം കൂടുതൽ കാണും, 2-3 ഇല കാണും. അപ്പോൾ ആ തണ്ട് ഒരു 1/4 ഭാഗം വെച്ച് മുറിച്ച് മാറ്റിയിട്ട് ആ തണ്ടിനെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് നമുക്കിത് മാറ്റി നടാം. ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഷൈനിങ് കിട്ടാം. വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു തുള്ളി വേപ്പെണ്ണ മുക്കിയിട്ട് നഞ്ഞ തുണി കൊണ്ട് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇല നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യമെല്ലാം ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിനൊന്നും ചെയ്യാതെ ഞാൻ പുറത്ത് വെക്കുന്നില്ലേ. അപ്പോൾ നമ്മളെ പൊടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്ന് വെള്ളം അടിക്കുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യും. വേറെ ഞാൻ ഇതിന് അധികം ഒന്നും അങ്ങനെ സംരക്ഷണമൊന്നും കൊടുക്കാമല്ലോ. അതങ്ങനെ തനിയെ വളരും, അത്രയും. പ്ലാന്റായി വെക്കുന്ന ഓട്ടർക്ക് ഇത് വേപ്പെണ്ണയെല്ലാം മുക്കി തുടച്ച് നല്ല ഷൈനിങ്ങോടുകൂടി ഉള്ളിൽ വെക്കാം. പക്ഷേ ഞാൻ ഇത് പുറത്ത് വെക്കുന്നതുകൊണ്ട് ഞാനിത് അതൊന്നും ചെയ്യാറില്ല. പിന്നെ ബബിൾസ് എല്ലാം നിറച്ച് നല്ല വെള്ളപ്പോട്ടെല്ലാം മേടിച്ച് നല്ല തിക്കായി വളർത്തി ഇൻഡോറിലായിട്ട് വെക്കാം. ഇൻഡോറിൽ വെക്കുമ്പം പുറത്ത് വെച്ചതിനേക്കാളും താരതമ്യേന ഒരു വളർച്ച കുറവായിരിക്കും. അപ്പോൾ ഞാൻ അധികവും പുറത്ത് തന്നെ വെക്കാം. പുറത്ത് വെക്കുമ്പോൾ രാവിലത്തെ ഒരു ഇളം വെയിലിന് നല്ലൊരു കളർ കിട്ടും. പിന്നെ കുറച്ച് ഇലകൾക്കെല്ലാം വെള്ളം അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഷൈനിങ് ആയിരിക്കും. ഈ കാണുന്നത് ഒരു നല്ലൊരു സിൽവർ കളറുള്ള അഗ്ലോണിമയാണ്. അതുതന്നെ ഞാനൊരു 3-4 ചട്ടിയിൽ, അതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. പിന്നെ ഞാൻ ഇതിന് അധികം ഒന്നും കൊടുക്കില്ല. പിന്നെ വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ 1 മൂടി 5 ml ഒരു മൂടി എടുത്തിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് ഇടക്ക് കുറേ കുടുംബം ഒരിക്കലും എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. അത് നല്ലതാണെന്ന് ഇതിന് പറയുന്നത്. പുളിപ്പ് രസമുള്ളത് ഈ ചെടികൾക്ക് നല്ലതാണെന്ന് പറയുന്നു. ഈ ഇലച്ചെടിയെല്ലാം എനിക്കിപ്പോൾ ഞാൻ കുഴിച്ചിട്ടിനല്ലോ. എന്നുവെച്ചാൽ അതധികം തിക്കായി വന്നില്ല. ഇതെല്ലാം പുതിയൊരു സൈസ് അഗ്ലോണിമയാണ്. അതെല്ലാം സംഘടിപ്പിച്ച് ആവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുക്ക കുറേ ഇതന്നെ ഒരുപാട് ചട്ടിയിലുണ്ട്. ചെറിയ ഡിസൈൻസ് മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ എല്ലാം ഒരേപോലെ തന്നെയാന്ന് കാണുമ്പോൾ, പക്ഷേ ചെറിയൊരു മാറ്റം കൊണ്ടാണ് ഇതിനെ വേർതിരിക്കുന്നത്. ഇനി മഴക്കാലമാകുമ്പോൾ എന്നുവെച്ചാൽ ഒരു കരിമ്പട പുഴുവിൻ്റെ ശല്യം വരും. പക്ഷേ ഇല കംപ്ലീറ്റ് തിന്നാളും, അരിച്ച് എന്താ പണിയാക്കി കളയും. അത് ഈ പ്രദേശം ഒട്ടുക്കും ഈ കഴിഞ്ഞ മഴക്ക് പുഴുക്കൾ വന്നിട്ട് കംപ്ലീറ്റ് ഏകദേശം എൻ്റെ ഒരിര പോലും ഇല്ലാണ്ട് ഒരു ചെടി തന്നെ എല്ലാം നശിപ്പിച്ചാളെ. പിന്നെ ഇപ്പോൾ വെയിൽ വന്നതിന് ശേഷം അതെല്ലാം ആയി വന്ന് ഇനിയിപ്പം വീണ്ടും മഴ വന്ന് ഈ പുഴുവിനെ പോക്കാൻ എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരണേ. എനിക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അമ്മയുടെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ കൂടുതൽ ചെടി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.